ഹായ്, എന്താ ശേഷം? സുഖല്ലേ? നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ പെരീന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിക്കുക. എപ്പോഴാ ഫാത്തി വരിക എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിരിക്കുക. അതിപ്പോ ഓനൊരു കമന്റിൽ ഓന്റെ ഒരു പോസ്റ്റിനകത്ത് ഒരുത്തം കമന്റിൽ ചോദിച്ചിരിക്കുക, ഷെരീഫിനെ പേടിച്ചൊപ്പോന്ന്. ഓൻ അതിന് മറുപടി കൊടുത്തിരിക്കുകയാണ്. ആ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ബാക്കി ഊഹിച്ച് പൂരിപ്പിക്കണം. കാരണം എനിക്ക് വിദ്യാഭ്യാസം ഭയങ്കര കൂടുതലാകൊണ്ട് അവൻ എഴുതിയത് അതേപോലെ ഞാൻ വായിക്കാണ്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെയും വെക്കാം. ഷെരീഫിനെ ഞാനോ പേടിച്ച് അതോ ഷെരീഫോ വൺ ഡേ ഞാൻ തൊടും. ഷെരീഫിന്റെ കുടുംബത്തിൽ എത്ര നാൾ അവൾ കാവല് നിൽക്കും മക്കൾക്ക്? കേക്കണങ്ങള് ഇങ്ങത്തതാണ്. എന്റെ പണി എക്സിനോട് ചോദിച്ചാ മതി. അതായത് കവി ഉദ്ദേശിക്കണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പണി എക്സിനോട് ചോദിച്ചാ മതി എന്നാ. പക്ഷെ ഇതിൽ എഴുതിക്കണ എന്റെ പണി മറ്റേ എക്സിനോട് ചോദിച്ചാ മതി എന്നാ. അതൊക്കെ ഞങ്ങൾ ചോദിച്ചോളാം. എന്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നീർക്കോലിന്റെ ശരീരവും വെച്ചിട്ട് 24 മണിക്കൂറും കള്ളും കഞ്ചാവും MDMA ആയി നടക്കണേ എന്ത് പണിയാ ഇജ്ജ് തരിക? പിന്നെ എനിക്ക് എന്നോട് പറയാനുള്ളത്, ഇജ്ജ് വെല്ലുവിളിച്ച ഏത് കാര്യമാണ് ഇന്ന് വരെ ചെയ്തിരിക്കണേ? എന്റെ മുമ്പത്തെ വൈഫ് ഒരു മഹാപാവാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്ര കാലാപാവത്തിനെ പേടിപ്പിച്ച് നിർത്തിയത്. കാരണം ഇത്രയും ആളുകളുടെ മുമ്പിൽ അതിനെ എത്രയും മോശക്കാരി ആക്കിയിട്ടും അത് നോക്കാൻ ജീവിച്ചിരിക്കണില്ലേ? ഞാൻ അതിലാണ് അത്ഭുതപ്പെടുന്നത്. അപ്പൊ ഞാനത് ചോദിച്ചു, ഇത്രയൊക്കെ സഹിച്ചിട്ട് ഒരു പെണ്ണായിട്ട് ഒരു മനുഷ്യ സഹിച്ച് ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോ എന്റെ മാറത്തുനിന്ന് വലിച്ചു കൊണ്ടുപോയ ആ കുട്ടികളെ എനിക്ക് ഒരു നോക്കും കൂടി നേരിട്ട് കാണാൻ അത്ര ആഗ്രഹമുണ്ട്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എനിക്ക് പരിപൂർണ്ണ ഉറപ്പുണ്ട് ആ കുട്ടികൾ എന്റെ മുന്നിൽ വന്ന എന്റെ അടുത്തല്ലാണ്ട് വേറെ എങ്ങോട്ടും പോകൂല എന്നുള്ളത്. ആ ഒരു വിശ്വാസത്തോടെയാണ് ആ ഉമ്മ എന്നും ജീവിക്കണ എന്നുള്ളത്. മാത്രല്ല 2 മക്കളെയും കൊണ്ട് കാറിലൊക്കെ താലോലിച്ചിട്ടും എല്ലാം മേടിച്ചു കൊടുത്തിട്ടും ഇവ അങ്ങനെ റീൽസ് ഇട്ട് റീച്ച് ഉണ്ടാക്കുമ്പോ ഇതേപോലെ ഒരു കുട്ടിയും കൂടി ആ വീട്ടിലുണ്ട്. ആ കുട്ടി ഈ റീൽസ് ഒക്കെ കണ്ടിട്ട് മൊബൈലിൽ നോക്കിയിട്ട് കണ്ണിൽ വെള്ളം നിറച്ച് ചോദിക്കൂത്രേ, എന്താ അമ്മ വാപ്പാക്ക് ഇന്ന ഇഷ്ടമല്ലാത്ത, ഇവരെ മാത്രമേ ഇഷ്ടമുള്ളൂ, എനിക്ക് ഒന്നും മേടിച്ചു തരൂല്ല, ഇന്നെ വിളിക്കുന്നുമില്ല, എന്താ വാപ്പാക്ക് ഇന്നോട് ഇത്ര ദേഷ്യന്ന് ഒരു 4 വയസ്സ് പ്രായം പോലും തികയാത്ത കുട്ടി പറയുമ്പോ ആ കുട്ടിയുടെ മനസ്സിന്റെ വേദന എത്രയെന്നൊന്ന് നോക്കി നിങ്ങളൊക്കെ ഘോരഘോരം പറയുന്നുണ്ട്. ഇവന്റെ കുറച്ച് പാതിര ഫാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങള്. ഇന്റെ അടുത്തേക്ക് ഓന് എത്ര വേശികളെ ഓനെ അയക്ക. കാരണം ഓനിക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്നത് വേശിയായിട്ടേ ഞാൻ കൂട്ടുള്ളൂ. കാരണം എന്ത് ക്വാളിറ്റിയോ ഓന്റെ അടുത്തുള്ളത്? സ്വന്തം പെണ്ണുങ്ങളെ മറ്റേ കൂട്ടിക്കൊടുപ്പിന്റെ കഥയും. ഇവനിപ്പൊ ഈ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ സെന്റ് അടിക്കൂലേ? ഇവൻ സത്യത്തില് ഇവന്റെ പെണ്ണുങ്ങളെ വെച്ച് സംശയിക്കണ നാട്ടുകാരെ ആരെയൊന്നും അല്ല, അവന്റെ സ്വന്തം പെങ്ങളെ പ്രേമിച്ചാണ് വിവാഹം കഴിച്ചത്. കേൾക്കണം നിങ്ങള്, ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്ന വിഷയമാണ്. അല്ലെങ്കിൽ ഒന്ന് തെളിയിക്കട്ടെ. സ്വന്തം പെങ്ങളുടെ ഭർത്താവ്, ഇവരെയാണ് ഈ സ്വന്തം ഭാര്യയുമായിട്ട് സംശയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള്. ആ അവൻ എന്നോട് പറയണത് ഷെരീഫ് പേടിച്ചു, ഷെരീഫ് ഇപ്പൊ കുടുംബത്തിന് കാവല് നിൽക്കുകയാണ്. പിന്നെ ഒരു നാൾ ഞാൻ വരും, വൺ ഡേ ഞാൻ എന്റെ കുടുംബത്തിൽ വന്ന് ഓന്നെ പൊക്കുന്ന്. ഈ ഒരു നേരെ വളിയിടാ ജീവല്ലാത്തപ്പന് ഇവനെ കണ്ടുകുണങ്ങള്. ഇവൻ ആ ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ ഇവനിക്കും തോന്നുന്നുണ്ട് ഇപ്പൊ പൃഥ്വിരാജാണെന്ന്. എന്നിട്ട് കാണാൻ കുപ്പിയുടെ മുകളിൽ കൂറ ഇരിക്കണ മാതിരി ഇപ്പൊ എന്തെങ്കിലും മറ്റേ മേശമേ കസാലമേ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് പ്രസംഗിക്കണം. ഇവ സ്വയം വിചാരിക്കണം ഇവ എന്തൊക്കെയാണ് എന്നുള്ളത്. ആ 5 ഡയലോഗ് ആ പാവം പെണ്ണിനെ പേടിപ്പിച്ച മാതിരി എല്ലാരും ഇവനിക്കടെ പേടിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓനിക്ക് തന്ത എത്രനാണെന്നുള്ളത് ഓൻ തന്നെ ആണ് പറഞ്ഞോട്ടെ. കാരണം ഒന്നല്ല എന്നുള്ളത് ഓൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയപ്പോ മനസ്സിലായി. അല്ലെ? നിങ്ങളൊക്കെ കേട്ട തന്നെയല്ലേ ഒരു തന്തക്ക് പറഞ്ഞവനാ ഓനെ. അതുകൊണ്ട് ഞാൻ ഫാത്തി വീഡിയോ ഡിലീറ്റ് ചെയ്യൂല. ഷെരീഫിന് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം. പക്ഷെ ഞാൻ എന്നും വിളിക്കും, ഓന്റെ ഉമ്മാക്ക് വിളിക്കും, ഓന്റെ ഉമ്മാടെ ഉമ്മാക്ക് വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടോ എവിടേക്ക് ഡിലീറ്റ് ചെയ്ത് പോയത്? ഇപ്പൊ എന്താ മറ്റേ എലി മൈദിയിൽ ഗുണമാതിരി ഒരു അനക്കോ അല്ലല്ലോ അനക്ക്. എന്തേ പറ്റിയേ? ഒക്കെ മുട്ടി നിർത്തിന്ന് കണ്ടപ്പോ ഓൻ കമന്റും കൊണ്ട് വന്നിക്ക. ഷെരീഫോ ഞാനോ ആരും കാണാതെ ഒളിഞ്ഞിരുന്ന് കമന്റ് അടിച്ചതാണ്. പക്ഷെ ഇജ്ജ് നിർത്തിയാലും ഞാൻ നിർത്തുന്നു ഇജ്ജ് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. എന്റെ ഈ ഫേക്ക് മുഖം ഞാൻ പുറത്തിട്ട് തന്നെ ചെയ്യും. കാരണം എന്താ അറിയോ? നിങ്ങൾക്ക് ഞാൻ ഒരു സംശയം കാണിച്ചു കേട്ടോ. അതായത് ഒരു അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയണത്. ഇവൻ വിട്ട വോയിസുകൾ അത്
ഈ ഷെരീഫിക്കാന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 മക്കളെ നോക്കുന്ന ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പെണ്ണുങ്ങൾക്ക് വിടുന്നതാണ്. ദുബായിൽ കൊണ്ടുവന്ന് മാസം 1.5 ലക്ഷം രൂപ കൊടുത്ത് റൂമിൽ അത് കേട്ടോ. അപ്പൊ ഞാൻ ഈ 3 മക്കളെ തീറ്റിപ്പോറ്റുന്നതിന്റെ 2 മക്കളെ തീറ്റിപ്പോറ്റുന്നതിന്റെ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മൂന്നാമത്തിനെ ഏറ്റെടുക്കാത്തത്. അപ്പൊ സാജി ഇങ്ങനെ വീഡിയോ ഇട്ടപ്പോ മാന്യമായിട്ട് പറഞ്ഞത് ഒരു നമ്മളെ കൗമല്ലേ, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരല്ലേ, ഉമ്മാനെ പറഞ്ഞു എന്തോരം ആളുകളുണ്ട് കുടുംബത്തിൽ, എന്തോരം സാജിനെ ഓന്റെ കൗമല്ലേ, അതുകൊണ്ട് സാജിനെ പറഞ്ഞതിന് എനിക്ക് ഭയങ്കരമായിട്ട് പൊള്ളി. ഓൻ നെയ്സിൽ ഓളയും കൊണ്ട് അവിടെ പോയിട്ട് രണ്ടാളും നല്ല ബിസിനസ് നടത്തി കായ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് നിൽക്കേണ്ട അടിയിലേക്കാണ് ഇന്റെ എൻട്രി. അതിലാണ് മുടങ്ങിയിരിക്കാണ്. അതിന്റെ ഇടയിൽ കുറെ എത്ര പീഞ്ഞിക്കണെന്ന് അറിയില്ലല്ലോ. ആ കലിപ്പാണ് ഓന്. അത് ഇന്നോട് തീർത്തതാ. ഇതൊക്കെ ഒരു പെണ്ണിന് വിട്ട മെസ്സേജ് ആട്ടോ, ഇതൊന്നും അല്ല. 2.5 വർഷമായിട്ട് കുട്ടികളോട് കൊണ്ടുപോകാത്ത എന്താ? ഞാൻ കോടതി കൊടുക്കാത്തോണ്ടാ? ഞാൻ കേസ് ഹൈക്കോടതി വിട്ടു. എന്റെ മക്കള് സേഫ് അല്ല. എന്റെ മക്കൾക്ക് ഓന്റെ മക്കള് ഓന്റെ അടുത്ത് ഭയങ്കര സേഫാ. ഓന് ഈ MDMഉം കഞ്ചാവും കള്ളും പെണ്ണും പറഞ്ഞിട്ട് ഈ കുഞ്ഞു പൈതങ്ങളെയും കൊണ്ട് പല വേശികളുടെ അടുത്തേക്കാണ് ഇപ്പം പോണത്. പല വേശികളും ഓന്റെ റൂമിലും വരുന്നുണ്ട്. ഭയങ്കര സേഫാണ് അല്ലെ? ആ കുട്ടികൾ സ്കൂൾക്ക് പോകുന്നുണ്ടോ? ഇവൻ ഇതിന്റെ ഇടക്ക് ഒരു ട്യൂഷന്റെ ഒക്കെ പരിപാടി ഏൽപ്പിച്ചു. എന്തിനാ? സ്പോക്കൺ ഇംഗ്ലീഷും കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെന്നുള്ളൂ. എന്ത് വിദ്യാഭ്യാസമായി കുട്ടി? ഒരു പെൺകുട്ടി 2 വയസ്സായപ്പോ ഉമ്മയുടെ കയ്യിൽ നിന്ന് പറിച്ചെടുത്തും കൊണ്ട് പോയ ഒരു പെൺകുട്ടി. ആ കുട്ടിക്ക് ഇനിയിപ്പോ കുറച്ചു കാലം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എത്ര വലിയ വാപ്പുണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ എന്റെ 2 പെൺകുട്ടികളെ ഇന്ന ജീവനാണ് അവർക്ക്. മനസ്സിലായോ? ഒരു ദിവസം ചിലപ്പോ ഓല ഉമ്മല്ലാണ്ട് നിൽക്കും. 2ാമത്തെ ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിർത്താം. 3ാമത്തെ ദിവസം ഞാൻ എന്ത് മലമറിച്ചിട്ടും കാര്യമില്ല, കുട്ടികൾ കരച്ചിൽ തുടങ്ങും. അങ്ങനെ കരച്ചിൽ തുടങ്ങിയിട്ട് ഈ കുട്ടികൾ കരഞ്ഞൊരു ഭാഗത്ത് കഴിക്കണം. അതൊന്നും നിങ്ങൾ റീൽസ് കാണുന്നില്ല എന്നുള്ളൂ. റീൽസ് കണ്ടിട്ടില്ല വിചാരിച്ചാൽ അതൊക്കെ സത്യമാണെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? ഇവന്റെ കൂടെ എല്ലാ ആളുകൾ പറഞ്ഞേക്കണു, എന്ത് എടാ ജി ചെയ്യണത് വലിയ ക്രൂരതയാണ്. ഇനിയിപ്പൊ എന്ത് മോശമായിക്കോട്ടെ അവളെ ജി കുട്ടികളെ അവളെ എത്തിക്കുന്നത്. ഇവൻ എന്താ ചെയ്തറിയോ? ഇവിടെ കൊടുന്നു ഒരു റീലിട്ടപ്പോ അതിന് റീച്ചാണ് കയറി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഇവിടെ നിൽക്കട്ടെ, എനിക്കത് 10 ആളുടെ ഇടയിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. പിന്നെ ഇവനെ കുറിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നല്ല, ഇവനെ കുറിച്ചിട്ട് ഒരുപാട് ചാനലുകാർ ചെയ്തിരിക്കണം. മനസ്സിലായോ? ഇവന്റെ എല്ലാ ഫ്രോഡ് സ്വഭാവം. ഇപ്പൊ കുറെ ആളുകളെ കബളിപ്പിച്ചിരിക്കണം. ഈ പെണ്ണിന്റെ പേരും പറഞ്ഞിട്ട് ഈ പെണ്ണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഓളെ മറ്റോലെ പിന്നാലെ പോയി ഇവലെ പിന്നെ. സത്യത്തിൽ ഇവനാ അതൊക്കെ ചെയ്യണത്. എന്നിട്ട് അതിന്റെ മണ്ടക്കിടും ചെയ്യാം. പിന്നെ നിങ്ങൾ പറഞ്ഞ കുറച്ച് സംശയങ്ങളുണ്ട്. എന്താ കോടതി കൊടുത്തൂടെന്ന്? കോടതി കൊടുത്തിട്ട് ഈ പെണ്ണിന് വിധിയും വന്നു. ഈ പെണ്ണിന് അനുകൂലമായിട്ട് തന്നെ വന്നത്. ഈ മക്കള് ജീവിക്കേണ്ടത് ഉമ്മാടെ കൂടെയാണ്. അവന്റെ കയ്യിൽ നിന്ന് കോടതി കുട്ടികളെ ഇവനിക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇല്ലാന്നോ വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുത്തനാണെങ്കിടാ ഇജൊന്ന് നാട്ടിലേക്ക് ആ മക്കളെ കൊണ്ടൊന്ന് വന്നോക്കാം, ഇജൊന്ന് വന്ന് കാണിച്ചാട്ടിക്ക. ഇജെന്താ കോടതിക്ക് വരാത്തു? ഇജെന്താ കോടതിയിൽ ഹാജരാകാത്തു? ഇജ് അവിടെ സെറ്റിലായി എന്നുള്ള മാതിരിയുള്ള കാട്ടിക്കൂട്ടലല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ അനക്കെന്നെ അറിയത് ഫുള്ള് കള്ളത്തരാണെന്നുള്ളത്. ജിന്നെ വെല്ല് വിളിച്ചല്ലോ. ഇജ് വിളിച്ചിട്ട് എവിടെ ഇപ്പോ വിളിച്ച വീഡിയോ അല്ല, വിളിച്ച ഇയ്യും ഇല്ല. എന്നിട്ടിപ്പൊ പറയണേ ഓൻ പേടിച്ചിരിക്കുകയാണെന്ന്. ആയിക്കോട്ടെ, ഞാൻ പേടിച്ചിരിക്കുകയാണ്, ഇജൊന്ന് വന്നാ മതി എന്റെ പേടിയൊന്നും മാറാണ്. പിന്നെ ഒരു കാര്യം ഇജ് മനസ്സിലാക്കണം, കുടുംബത്തിനെ വിറ്റിട്ട് പെങ്ങളെ മോശക്കാരിയാക്കിയിട്ട് പിന്നെ സ്വന്തം ഭാര്യയുടെ മോശത്തരം പറഞ്ഞിട്ടും കുറവുകൾ പറഞ്ഞിട്ടും അവളെ സമൂഹത്തിന് മുമ്പിൽ മോശക്കാരി ആക്കിയിട്ടും ഇജ് റീച്ച് ഉണ്ടാക്കണില്ല. പിന്നെ പോരാത്തതിന് നിന്റെ മക്കളെ നീ അവിടെ വെച്ചിട്ട് ഇത്തരം ബിസിനസ്സും ചെയ്യുന്നുണ്ട്. പിന്നെ നീ എന്താ പറയാ, നീ ഉണ്ടാക്കിയ കാമുകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വന്തം പെങ്ങളുടെ ഭർത്താവാണ്. അല്ലെ? ഈ സ്വന്തം പെങ്ങളെ ഭർത്താവ് ഉമ്മ ഇവരൊന്നും നിനക്ക് ആവശ്യമല്ല, അവർക്കും നിന്നെ ആവശ്യമില്ല. അല്ലെ? ഇത്തരത്തിൽ നിൽക്കുന്ന ഇജ്ജ് കുടുംബത്തിന്റെയും മക്കളുടെയും മഹിമ ഇങ്ങനെ വലിയ പാട്ട് പാടുന്നുണ്ടല്ലോ. ഒരു നാൾ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കുടുംബം പറഞ്ഞ് ജീവിക്കണ ഞാന്, ഈ കുടുംബത്തിന് ജീവിക്കണ ഞാന്, ഇന്നോടൊക്കെ എനക്ക് താങ്ങോ? ഇത്രയും തറയായി നടക്കണ ഇജ്ജ് പക വീട്ടാൻ ഇറങ്ങിയ, കുടുംബത്തിന് ജീവിക്കണം ഞാൻ പക വീട്ടാൻ ഇറങ്ങിയ, അത് എത്രത്തോളം ഉണ്ടാവും എനിക്ക് ചിന്തിക്കാൻ കഴിയോ? അതിന് എന്റെ ഈ കോയിമസിൽ തികയോ? ഇതൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ എന്നോട് നാളെ മറ്റന്നാന്നല്ല പറയുന്നത്, ഇപ്പോ 4 മണിക്കൂർ തികച്ചു വേണ്ട ദുബായിൽ നിന്നിട്ട് കരിപ്പൂരിലേക്ക് റണ്ണിങ്ങില് നട്ടലില്ല ആളാണെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് വരിക വേണ്ടത്. ഇതാ ഞാൻ വന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതിന് ഗഡ്സില്ലാത്ത ഇജ്ജ് അവിടെ ഇരുന്ന് കൊണേന്ന് കൊണച്ചിട്ട് എന്താ ഫാത്തിയ കാര്യം?
ഈ കുടുംബത്തിനെ പറയുമ്പോ സ്വയം വില പോവുകയേ ചെയ്യുള്ളൂ. മനസ്സിലായോ? ഈ എന്റെ കുടുംബത്തിനെ എന്ത് അനാവശ്യം പറഞ്ഞാലും ഞാനത് മെയിൻ ചെയ്യാത്ത എന്താ അറിയോ? എനിക്കതിന്റെ വില അറിയും. അനക്കതിന്റെ വില അറിയില്ല. കാരണം അന്റെ സംശയങ്ങളിൽ നിൽക്കുന്നത് അന്റെ പെങ്ങളെ ഭർത്താവ്, അന്റെ പെണ്ണുങ്ങള്, അന്റെ വീട്ടുകാര്, ഇവരൊക്കെ സംശയിച്ചിട്ടാണ് അന്റെ റീച്ചും അന്റെ വ്യൂസും അന്റെ ആളുകളും അന്റെ ഫാൻസും ഒക്കെ. ഇന്റെ അങ്ങനെയല്ല. ആ ഒരു വ്യത്യാസം നമ്മളിലുണ്ട്. അതെനക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്തായാലും ഈ ജന്മം നടക്കൂല. ഈ ജന്മം ഈ കള്ളും കഞ്ചാവും പെണ്ണും ഒക്കെ ആയിട്ട് അങ്ങനെ പോ. പടച്ചോ ഇനിയൊരു ജന്മം തരൂലെന്നറിയാം. എന്നാലും തന്ന നല്ലൊരു കുടുംബത്തിൽ ജീവിച്ചാനും നല്ലൊരു കുടുംബത്തിൽ ജനിച്ചാനും പടച്ചോനോട് പറയും. അതേ പറ്റുള്ളൂ. ഇപ്പൊ മിഞ്ഞാന്നുണ്ട് ഞാൻ അസർ നിസ്കരിച്ച് വരുന്ന വഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര നിസ്കാരമൊക്കെ തുടങ്ങിയിരിക്ക. കേക്കണങ്ങള് ഓന് ഭയങ്കര നിസ്കാരമൊക്കെ ഉള്ള ആളായി മാറിയിരിക്കണു. ഇപ്പൊ എന്താ സംഭവം എന്നറിയോ? ഒന്നേന്ന് പൊളിഞ്ഞടുക്കൽ തുടങ്ങിക്കണു. ഇവനിക്ക് 4 അടി കിട്ടിയിരിക്കണു. അതറിയോ നിങ്ങൾക്ക്? ദുബായിന്ന് നല്ല പൂസ കിട്ടിക്കണു. അവന്റെ വണ്ടി അടക്കം മാറ്റം 4 ചവിട്ടി ഉള്ളിക്ക് നിറക്കിക്കണു. അതൊക്കെ ശരിയാക്കിച്ചതാ. വോയിസ് ഉണ്ട് ഇവിടെ. ഓനോന്റെ പെണ്ണുങ്ങളോട് പരാതി പറഞ്ഞത് അറിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് കേൾക്കണോ? പക്ഷെ ഞാൻ ആ പെണ്ണിനോട് ചോദിക്കാതെ എങ്ങനെ ഇടുക എന്നുള്ളതാണ്. അത് ഓള് പോലും അറിയാതെ ഓളുടെ അക്കൗണ്ടിൽ നിനക്ക് കിട്ടിയതാണ്. എങ്കിലും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് വെച്ചരാ. പക്ഷെ അല്ലെ വേണ്ട, അത് അടുത്ത വീഡിയോയിലാക്കാം. പക്ഷെ സാധനം എന്റെ അടുത്തുണ്ട്. ഇല്ലാതെ ഷെരീഫ് വെല്ലുവിളിക്കൂല. കാരണം എന്താ അറിയോ? എന്നാ ജിഡെന്ന് പറഞ്ഞാൽ എനിക്കത് ഇടണല്ലോ. അപ്പൊ അതിന്റെ കജ്ജിലില്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കൂല. ഇപ്പൊ ഭയങ്കര സങ്കടം പറഞ്ഞു. കടി എന്റെ ഷെരീഫിന്റെ ആളുകളാണ് ഇന്റെ വന്ന് കൊറേ തച്ച് കാറൊക്കെ കേടെടുത്തി, ഓല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഭയങ്കര പരാതിയായിട്ട് മറ്റേ പെണ്ണുങ്ങൾക്ക് വിളിച്ച് പറഞ്ഞിക്ക. ആലോചിച്ച് നോക്കണം. അപ്പൊ എനിക്ക് അടി കിട്ടിയ നേരാകാത്ത ഒരു പ്രശ്നമല്ലേ? അത് കിട്ടിയും കൊണ്ടും ഇരിക്കും ഞനക്ക് കേട്ടോ. അന്റെ തെമ്മാടിത്തരം, അന്റെ ഈ ഫേക്ക് മുഖം ഞാൻ വലിച്ചു കീറും പാത്തിയെ. അതിന് എത്ര കുറച്ചിട്ടും കാര്യമില്ല. ഇതൊന്നും എനിക്കൊരു അല്ല. മനസ്സിലായോ? ഞാൻ വലിയ സംഭവമായിട്ടല്ല. പക്ഷെ എന്നെപ്പോലത്തെ ഒരു എന്താ പറയാ, ഒരു ലഹരിമ ജീവിക്കുന്ന ഒരുത്തന്റെ വെല്ലുവിളിക്ക് ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാടാ ഞാൻ പറ? ഇതെന്താ പറഞ്ഞ? ഞാൻ എത്ര കാലം ഞാൻ ഖത്തറിൽ ഒരുത്തന്റെ കീഴിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ആളല്ല. മനസ്സിലായോ? ഇത് ഖത്തറിൽ എന്റെ ആളുകളൊക്കെ കേൾക്കുന്ന വീഡിയോസ് ആണ്. അതെനിക്കറിയോ. ഞാൻ ഒരുത്തന്റെ കീഴിൽ നിന്നിട്ട് മാസം ഇങ്ങനെ ശമ്പളം വാങ്ങുന്ന പണിക്കാരനൊന്നും അല്ല. ഞാൻ ബടാ മുതലാളിയെ അല്ല പറയണേ. പക്ഷെ ഇന്റെ കാര്യത്തിലോ ഇന്റെ ജോബിലോ ഇന്നെ ഒരുത്തൻ ചോദ്യം ചെയ്യാൻ വരൂല. പിന്നെ ഞാനാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഞാൻ ഒരാളെ ശമ്പളത്തിന് കീഴിൽ നിൽക്കണവനല്ല. അത് ആദ്യം മനസ്സിലായിക്കോ. അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പൊ എത്ര കൊല്ലം നിന്നാലും അവിടെ ഇനി എത്ര കൊല്ലം നിന്നാലും അതെന്റെ തീരുമാനം, അത് എന്റെ ചോയ്സാണ് കേട്ടോ. അല്ലാതെ ഫാത്തിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഫാത്തിയുടെ വരവ് പേടിച്ചിട്ടോ ഷെരീഫ് കുടുംബത്തിൽ എന്തിനാണ് ചെങ്ങായി ഞാനൊക്കെ നിൽക്കണു? ഞാൻ ഇല്ലെങ്കിലും എന്റെ പരിയിൽ 2 ആണുണ്ട്. അതറിയണക്കെ. ഒന്ന് എന്റെ കീപ്പട്ട് ഒന്നുണ്ട്, എനിക്ക് എന്റെ വാപ്പിയുണ്ട്. ഓലെപ്പോലും എനിക്ക് താങ്ങൂല. പിന്നെ ഇപ്പൊ ഇന്നൊന്നും എന്റെ നിഴലിന്റെ അടുത്തേക്ക് പോലും ഇജ്ജ് വരൂല. അതിനുള്ള വാപ്പാക്കൊന്നും ഫാത്തി ഉണ്ടായിട്ടില്ല. ഫാത്തി അങ്ങോട്ട് തൂറും പമ്പേഴ്സ് ഇട്ടാണ് വന്നോളുണ്ട്. എനിക്ക് അങ്ങനെ സ്വപ്നത്തിലെങ്കിലും ഇജിന്റെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെ എന്റെ കുടുംബത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നല്ല ലാർജിന്റെ ഒരു പമ്പേഴ്സ് വാങ്ങിയാൽ ഇട്ടോളുണ്ട് കേട്ടോ. എന്നിട്ടാണ് പോന്നാ മതി. ഇങ്ങനെ കൊരക്കും. അന്റെ പ്രശ്നം എന്തായിരുന്നു അറിയോ? അന്റെ പെങ്ങളെ, അന്റെ ഉമ്മ, അന്റെ പെണ്ണുങ്ങളെ ഇവലൊക്കെ നെട്ടിച്ചിരുന്നു, ഇവലൊക്കെ പേടിപ്പിച്ചിരുന്നു. അതൊക്കെ ഓല് പേടിച്ചും ചെയ്തിരുന്നു. പച്ചയെങ്കില് കേക്കണേ, പച്ചയെങ്കില് അതാണുങ്ങളോട് നടക്കൂല. അത് ഇന്നോടെന്നല്ല, ഒരാണിനോടും നടക്കൂല. മനസ്സിലായോ? ഇജാ മക്കളെയും വെച്ചിട്ട് അവിടെ ഇങ്ങനെ MDM കച്ചവടം നടത്ത്. കുറെ കാലൊന്നും പോകൂല. അതിന്റെ ഉള്ളിൽ എന്നെ പിടിക്കപ്പെടും. എന്റെ പിന്നാലെ എപ്പോഴും ആളുണ്ട്. ഇജ് വലിക്കണതും ഇജ് വാങ്ങണതും ഇജ് കേറിപ്പോണതും എന്റെ റൂമിൽ ഇപ്പൊ താമസിക്കുന്ന പെണ്ണുങ്ങളുടെ കിസിയും എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ആ മക്കൾ തന്നെ ഈ വീഡിയോ കാണും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാട്ടോ. ഞാൻ ഇന്ന് വരെ അനക്കെതിരെ ഇട്ട ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഒരു കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അത് ശ്രദ്ധിക്കണം. ഇത്രയും ധൈര്യമുള്ള കീലേരി അച്ചു, താങ്കളോടാ പറയുന്നത്. താങ്കളാണ് മുഴുവൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് കണ്ടം വഴി പമ്പേഴ്സും കൊണ്ട് ഓടിയത്. മനസ്സിലായോ? കിട്ടും. പൊങ്ങിനൊരു കുറവില്ലല്ലോ. ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങുമ്പോ മണ്ടക്ക് ഇങ്ങനെ ഞാൻ തരാം കേട്ടോ. എന്റെ കുറച്ച് വോയിസും എന്റെ കുറച്ച് ചാറ്റും എന്റെ കുറച്ച് സ്ക്രീൻഷോട്ടും ഒക്കെ എനിക്ക് കുറച്ച് പെണ്ണുങ്ങളാര് തന്നിക്കണം. കാരണം നല്ലവറ്റി ഇന്ത്യ അടുത്തേക്ക് വരലുണ്ട്. ഇജ്ജ് കാണിച്ച അക്രമേ. ഇപ്പൊ ഒരു ദിവസം ഒരു പെണ്ണിനോട് കാണിച്ചിക്കാത്രേ. ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പോസ്റ്റ് ചെയ്യും.
ഇതൊക്കെ ഞാൻ ഓനിക്കുള്ള ഓരോ വാണിംഗ് ഓൻ നിഷേധിച്ചിട്ടൊരു വീഡിയോ ഇടട്ടെ, അപ്പൊ ഞാനാണ് പോസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ കാണിക്കാന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ഞാൻ എന്താ പറയാ തെളിവ് സഹിതം ഞാൻ പോസ്റ്റ് ചെയ്തോളാം, എനിക്ക് ആ പേടിയൊന്നുമില്ല. ഇവന് ഒരു പെണ്ണിനോട് പറഞ്ഞത്രേ മറ്റേ മെസ്സേജ് വിട്ടിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അങ്ങനെ എങ്ങനെയെന്ന്. അപ്പൊ എന്താണ് ഈ കുട്ടിയുടെ കാര്യത്തിലൊക്കെ ഇവരിങ്ങനെ ഇവന് ഈ കുട്ടികളെ വെച്ചിട്ടാണ് സഹതാപം പിടിച്ചു പറ്റുന്നത്. ഇവൻ കുട്ടികളെ വെച്ചിട്ട് ഇവൻ എന്ത് ചെയ്യും, എന്റെ നെയ്നുനെ നോക്കാം അല്ല എന്റെ, അപ്പൊ എന്താവും ഈ വക്കും മൂലിയും പൊട്ടിയ കുറെ എണ്ണം ഉണ്ടാവും കുടുംബത്തില്. മറ്റേ എന്താ പറയാ പ്രാരാബ്ദവും കെട്ടിയ മാപ്പിള ഒഴിവാക്കി പോയതും ഇങ്ങനത്തെ നോക്കിയിട്ടാണ്. മമ്മൂട്ടിയുടെ പുതിയ പടല്ലേ അതിന്റെ വേറൊരു വേർഷനാ. ഇവനിക്ക് കിട്ടണൊക്കെ ലോക്കൽസ് ആണ്. മറ്റേ മമ്മൂട്ടി ആ സിനിമയിൽ എന്താ പറയാ കുറച്ച് സ്റ്റാൻഡേർഡ് ഇല്ലീനയിലോ നോക്കണത്. ഇത് ഫുള്ള് തറയള എന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ചിലപ്പോ ഈ കുട്ടിയുടെ വിശേഷം അറിയാൻ വേണ്ടി അവർക്ക് മെസ്സേജ് ഇടും. പിന്നെ ഇപ്പൊ ഇങ്ങനത്തെ അറിയാം, ഒരു അവന്റെ കുട്ടിയുടെ കാര്യത്തെ കുറിച്ചിട്ട് ചോദിച്ച സമയത്ത് ഇപ്പം ചെയ്ത എന്താ ഒറ്റ വീഡിയോ കോൾ ചെയ്യല്. ഇതെന്താണെന്ന് പോലും, അതായത് ഇൻസ്റ്റഗ്രാമിൽ ഇത് എങ്ങനെ കോൾ എടുക്കും, കോൾ കട്ട് ചെയ്യും, വീഡിയോ കോൾ ഉണ്ടോ ഇല്ലെന്നും കൂടി അറിയാതെ ഇത് ആണ് ഞെക്കി പച്ചമ്മ. കോൾ അങ്ങോട്ട് ആൻസർ ആയോടുകൂടെ ഇവൻ കാണിച്ച എന്താ ഇപ്പൊ അടുക്കളയിലാത്ര നിക്കണത് എന്താ നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഓനിക്കറിയാം അതിന്റെ അടുത്ത് ഉണ്ടേനു. എന്നിട്ട് അതൊന്നല്ല കോമഡി, ഇവനൊരു വോയിസ് കിട്ടിയത് ഇതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു മറ്റേ പോക്ക് കേസിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുക. മറ്റേ ഈ പറയുന്ന ഷെരീഫിന് നിന്നെ പറയാൻ ഒരു അർഹതയില്ല. കാരണം പണ്ടിന്റെ ഫോട്ടോ കണ്ടപ്പോ ഷെരീഫിനോട് ഈ ക്യൂട്ടാണ് എന്ന് പറഞ്ഞു, ഈ മൊഞ്ചാണെന്ന് പറഞ്ഞു. കേക്കണത് ഞാൻ അങ്ങോട്ട് പോയിട്ട് അവള് ക്യൂട്ടും മൊഞ്ചാണെന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ എന്റെ കാര്യത്തിൽ വലിയ തെളിവുള്ളത്. ഞാൻ പറഞ്ഞു പോസ്റ്റ് ചെയ്യേ, ഇജത് പോസ്റ്റ് ചെയ്യേ, എനിക്കൊന്ന് കാണാലോ. അതും അതുവരെ പോസ്റ്റ് ചെയ്തിട്ടുമില്ല. നിന്റെ ഒന്നും പറയട്ടെ അതുപോലെ പോസ്റ്റ് ചെയ്യാന്, ഞാൻ പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നട്ടലില്ലാതെ വെല്ലുവിളിക്കാൻ നിൽക്കരുത് കേട്ടോ. അൻ്റെത് കാറ്റൊഴിഞ്ഞ ബലൂണായിക്കണു. ഇജത്രയേ ഉള്ളൂ. കാരണം എന്താ അറിയോ, അനക്ക് തഞ്ഞിങ്ങനെ അടി വന്നുകൊണ്ടിരിക്കും, തെറി വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ എന്താ അറിയോ, ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. കൊടുത്താ കൊല്ലത്തും കിട്ടും എന്നുള്ളത്, അതാണ് സംഭവം. അത് കിട്ടിയും കൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ അധപ്പതനം തുടങ്ങി. ഇതുവരെ കുറെ ഫേക്ക് മുഖം ഉണ്ടാക്കി വെച്ചിരുന്നു, അങ്ങനെ പെണ്ണുങ്ങളൊക്കെ വെച്ചിട്ടും. ഇവനൊക്കെ ഞാൻ പറയണത് നുണയാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വേണ്ട ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു മെസ്സേജ് ഇട്ടോക്കാം, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഓൻ കുറച്ച് മെസ്സേജും കുറച്ച് വോയിസും വിടും. പിന്നെന്താ പറയുക, പ്ലീസ് കോൾ മീ പ്ലീസ് കോൾ മീ പ്ലീസ് കോൾ മീ പറഞ്ഞിട്ട് 5-8 മെസ്സേജും വരും. അതാണാണോ പെണ്ണാണോ ജാസിയാണോ ഒന്നുമില്ല, ഓനിക്ക് വിളിച്ചാ മതി. മനസ്സിലായോ? അതാണ് അവസ്ഥ. ഇത് എന്റെ അടുത്ത് ആണത്തം കാണിക്കുന്നതിന്റെ മുന്നേ ആ ഒരു കുഞ്ഞ് പൈതലില്ലടാ, അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്ക്. ആ കുട്ടിക്ക് തന്നെ വാപ്പാന്ന് വിളിക്കാനൊരു പൂതി ഉണ്ടാവും. മനസ്സിലായോ? അതിന്റെ മേപ്പെട്ടില്ല 2 കൊണ്ടുപോയിട്ട് ഐസ്ക്രീമും അതും ഇതും ഒക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കുമ്പോഴേ അതും എന്റെ ചോരയാണ്, അനക്ക് ഉണ്ടായതാണ് എന്നുള്ളൊരു ഓർമ്മ വേണം. മനസ്സിലായോ? പടച്ചോനൊന്നും എന്നെ വെറുതെ വിടൂല. മനസ്സിലായോ? ഈ വേർതിരിവ് കാണിക്കണേന് ആ ഇജ്ജാണ് മാന്യനെ അറിഞ്ഞിട്ട് വരുന്നത് എന്റെ അടുത്തേക്ക് നടന്ന തന്നെ. ശരി എന്നാ ഇജ്ജ് എന്തായാലും എനക്ക് പറയണ്ടെങ്കിൽ പറ കേട്ടോ. ഞാൻ ഇവിടെ പേടിച്ചിരിക്കാണ്. ധൈര്യശാലിയെ കീലേരി അച്ചോ കഞ്ചാവേ പാത്തിയെ എന്നോടാ ഈ പറയുന്നത്. കഞ്ചാവ് വലിച്ച് തലക്കിങ്ങനെ കിട്ടുമ്പോ എന്തെങ്കിലും വിളിച്ചു പറയാതെ വല്ല തെളിവും ഉണ്ടെങ്കിൽ അത് പറ. ഉണ്ടോ നീലച്ചടയനാ? ശരി എന്നാ ഞാൻ പോട്ടെ. അപ്പൊ ബൈ.